നിക്ഷേപം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് നിയമ പോരാട്ടം നടത്തുന്ന പേൾസ് ആഗ്രോ ടെക് കോർപ്പറേഷൻ PACL ഫീൽഡ് വർക്കർമാരും നിക്ഷേപകരും ഓഗസ്റ്റ് 22-ന് വഞ്ചനാ ദിനമായി ആചരിക്കുമെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്നേ ദിവസം രാവിലെ സ്റ്റേഡിയം കോർണർ പരിസരം കേന്ദ്രീകരിച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തും. സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ K. അശോകൻ സമരം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ആപ്ലിക്കേഷൻ എഴുതി വാങ്ങിച്ച് അവർ നിക്ഷേപിച്ച പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം ഇത് 10 വർഷമായി നീണ്ടുപോകുന്ന പ്രക്രിയ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 10 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന പണത്തിന്റെ ഇൻട്രിൻസിക് വാല്യൂ ഇപ്പോഴുണ്ടോ? നിക്ഷേപകർ മരിച്ചു, നിക്ഷേപകരുടെ നോമിനികൾ മരിച്ചു, നിക്ഷേപകരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ നീതിക്ക് വേണ്ടി, നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് സെബി ഇത് ഏറ്റെടുത്തത് എന്നുള്ള ആ കാര്യം ഇന്ന് ഒളിഞ്ഞു പാളീസായി നിക്ഷേപകർക്ക് കൃത്യമായി പണം ലഭിക്കുന്നുമില്ല എന്ന് ഈ 5,80,00,000 വരുന്ന നിക്ഷേപകർക്ക് പണം കിട്ടുമെന്നുള്ളതിന് ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യം. സെബി നിരോധനം ഏർപ്പെടുത്തിയ ദിവസമാണ് വഞ്ചനാ ദിനമായി ആചരിക്കുന്നത്. PACL ഫീൽഡ് അസോസിയേഷൻ നിക്ഷേപകരുടെ സംഘടനയായ FAയുമായി ചേർന്നാണ് പ്രതിഷേധ ധർണ നടത്തുന്നത്. PACL കമ്പനിയിൽ 5,80,00,000 പേരാണ് നിക്ഷേപം നടത്തിയത്. 53 ലക്ഷത്തിൽ പരം വരുന്ന ഫീൽഡ് അസോസിയേറ്റ്മാരുടെ സഹായത്തോടെ 300-ൽ പരം കസ്റ്റമർ സർവീസ് സെന്ററിലൂടെയാണ് നിക്ഷേപം കൈകാര്യം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് അടക്കേണ്ട നികുതികളും തീരുവകളും കൃത്യമായി അടക്കുകയും കാലാവധി എത്തിയ നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതത്തോടുകൂടി നിക്ഷേപകർക്ക് പരാതിരഹിതമായി തിരിച്ചു നൽകുകയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനമാണ് PACL. നിക്ഷേപകരുടെ പണം 6 മാസത്തിനകം തിരികെ നൽകണമെന്ന് PACL ആസ്തികൾ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സെബിയോട് 2016 ഫെബ്രുവരി മാസത്തിൽ സുപ്രീം കോടതി സുവ്യക്തമായ ഉത്തരവ് നൽകിയിരുന്നു. ഈ ഉത്തരവ് വേഗത്തിൽ പൂർത്തിയാക്കാൻ സെബിയുടെ 2 പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് RM ലോധ തലവനായി കൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. PACL കമ്പനി ആസ്തികളുടെ മൂല്യം 2.5 ലക്ഷം കോടി രൂപയിലേറെ വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. മുഴുവൻ നിക്ഷേപകർക്കും കൂടി നൽകാനുള്ള ബാധ്യത ഏതാണ്ട് 49,000 കോടി രൂപയോളം മാത്രമാണ്. ഇത്രയും വിലയേറിയ സമ്പത്തുണ്ടായിട്ടും നീണ്ട 10 വർഷമായി നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാൻ ഫലപ്രദമായി സെബി ഒന്നും ചെയ്തിട്ടില്ലെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ PACL FAU സംയുക്ത സമരസമിതി ഭാരവാഹികളായ K. അശോകൻ, RE രാധാകൃഷ്ണൻ, P. രാഘവൻ, PR കുട്ടിക്കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു.